ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയാണ്. ഇത് പുട്ടുടെ കൂടെ അതുപോലെ തന്നെ ദോശക്കല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് ഇവിടെ ഏകദേശം 1/2 കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ചെറുപയറാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കുക്കിംഗ് ടൈം കുറഞ്ഞു കിട്ടും, അല്ലാണ്ടും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ ചെറുപയർ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് 2-3 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പകുതിയോളം സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, ഒന്നോ ചതച്ചിട്ടോ ഇല്ലെങ്കിൽ ചെറുങ്ങനെ അരിഞ്ഞിട്ടോ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 പച്ചമുളക്. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കൂല, അപ്പം പച്ചമുളകുടെ എരിവാണ് കൂടുതലും വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇവിടെ ഏകദേശം ഒരു വലിയ കപ്പിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഗ്ലാസ്സാണ് കേട്ടോ. ഇത് 400 ml ഗ്ലാസ്സാണ്. അപ്പോൾ 400 to 500 ml വരെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറയാണ്ട് നോക്കുക, അടിയിൽ പിടിക്കും. ഇനി ഇത് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 6 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അഥവാ നിങ്ങൾ സോക്ക് ചെയ്ത് ചെറുപയറാണെങ്കിൽ 3 വിസിലിന് അത് നല്ല രീതിക്ക് വെന്ത് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓവർ കുക്ക് ആവാതെ നോക്കുക. ഓവർ കുക്കായാൽ തൊലി സെപ്പറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഇടയിൽ നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. ഇതിന് വേണ്ടത് സെയിം കപ്പിൽ ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ജീരകം, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത് ഇത്ര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ രീതിക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ കുക്കറിൽ ഏകദേശം ഒരു 6 വിസിലായിട്ടുണ്ട്. ഇനി മുഴുവനും പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. അപ്പോൾ ഇതാ ഇവിടെ മുഴുവനും പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, ഓവർ കുക്കായിട്ടില്ല, അതുകൊണ്ട് തൊലിയൊന്നും സെപ്പറേറ്റ് ആയിട്ടില്ല. പിന്നെ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കുക. അപ്പോൾ ഇത് വെള്ളം കറക്റ്റാണ്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കി ഏകദേശം ഒരു തള വരെ ഒന്ന് തിളപ്പിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഫൈനലായിട്ട് നമുക്ക് കടുക് താളിച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ചെറുപയർ കറീൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ 2.5 ലക്ഷത്തിൻ്റെ മേലെ വ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് നിങ്ങളെ സപ്പോർട്ടിന്. മുന്നോട്ട് നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറച്ച് പേര് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചോദിച്ചു ചെറുപയർ കറീൻ്റെ, അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കറി ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കടുക് താളിക്കുക. ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വറ്റൽമുളകും കരിവേപ്പിലിട്ട് താളിച്ച് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, പക്ഷേ ടേസ്റ്റി കറിയാണ്. ഈ ഒരു രീതിക്ക് കറി ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത്തെ പോലെ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.